ഗൈസ്, ഇന്നലത്തെ കുവൈറ്റ് മത്സരത്തിന് ശേഷം എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഒരുമാതിരി നെഞ്ചത്ത് ഒരു ഒരു ക്ലേശകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിനെ അത്ര രീതി കാണുന്നവരുടെയൊക്കെ അവസ്ഥ അതായിരിക്കുമെന്ന് തന്നെയാണ് ഗൈസ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ളൊരു കളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇപ്പം കോച്ചിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, പക്ഷേ അത് മാത്രമല്ല, കളക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കോച്ചിൻ്റെ കാര്യങ്ങൾ, പുള്ളിയുടെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല കേസ്. അതായത് കുവൈറ്റിനെതിരെ ഡ്രോ റിയലിസ്റ്റിക് ആണ്, പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ടീമിന്. ഇതൊക്കെ ആര് പറയേണ്ട കാര്യമാണ്. എന്താണേലും വിടാം. അപ്പാർട്ട് ഫ്രം സ്റ്റിമാച്ച്, നമ്മുടെ ടീമിലേക്ക് വരുന്നൊരു സമയത്ത് നമ്മുടെ താരങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നോ കമ്മിറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നാഷണൽ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നതെന്നുള്ള യാതൊരു വിധത്തിലുള്ളൊരു ചിന്തയില്ലാത്ത അപ്രോച്ചാണ് പല താരങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ഒരു 3-4 പ്ലേയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും ബോഡി ലാംഗ്വേജിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു, ഞങ്ങൾക്ക് വയ്യ എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പ്രിവ്യൂലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. ഇത്രയും ഒരു ക്യാമ്പ് കിട്ടിയതുകൊണ്ടും അതുപോലെ സുനിൽ ഛേത്രിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായതുകൊണ്ടും ഒക്കെ തന്നെ ഇത് ആ ഒരു പ്ലേയേഴ്സ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു എഫേർട്ടൊക്കെ ഇട്ട് കളിക്കുമെന്നുള്ളത്. പക്ഷേ എവിടെ നിന്ന് യാതൊരു വിധത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് വിടാനായിട്ട് ഒരു പ്ലേയേഴ്സും റെഡിയല്ല എന്നുള്ളതാണ്. നിങ്ങളിത് ഇപ്പോൾ കാണുന്ന രീതി, നമുക്ക് അവസാന മിനിറ്റുകൾ കിട്ടുന്നൊരു ചാൻസാണ്. ഇതിനകത്തേക്ക് നമുക്ക് 3 സ്ട്രൈക്കർമാർ ബോക്സിലേക്കുണ്ട്, പക്ഷേ അതിലൊരു അഗ്രഷൻ കാണിക്കാൻ ഒരു സ്ട്രൈക്കറും റെഡിയാകുന്നില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ പല ഇൻസിഡൻസ് ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. പ്ലേയേഴ്സ് യാതൊരു വിധത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കാണിക്കുന്നില്ല. എനിക്കിത് കാണുമ്പം പേഴ്സണലി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 4-5 താരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ താരങ്ങളെയും പറഞ്ഞു വിട്ടിട്ട് ഇനി പുതിയ യങ്സ്റ്റേഴ്സിനെ വെച്ച് കളിപ്പിച്ചാലും കുഴപ്പമില്ല, അവർ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന, നാഷന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന പ്ലേയേഴ്സ് മതി. അല്ലാണ്ട് ഏതെങ്കിലും ക്ലബ്ബിൽ പോയി കോടികൾ വാങ്ങുന്ന താരങ്ങളല്ല. ചിലപ്പോൾ അതിനേക്കാൾ ഇപ്പം എഡ്മണ്ട് എന്ന് പറയുന്ന ഒരു പ്ലെയർ വന്നു, അദ്ദേഹം അവർ കുറഞ്ഞ ടൈമിൽ തന്നെ കാണിച്ചിട്ടുള്ള, അദ്ദേഹം എങ്ങനെ കളിച്ചു എന്നുള്ളതല്ല പറയുന്നത്, ആ കുറഞ്ഞ ടൈമിൽ കാണിച്ചിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. ഒരു ഗെയിം കാണിക്കുന്ന ഒരു അഗ്രഷൻ, ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് പോകുന്ന ടീമിൽ യാതൊരു വിധത്തിലുള്ളൊരു വിശ്വാസമില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം നമ്മൾ ഒരുമാതിരി കാണുന്ന ആളുകളെ പൊട്ടന്മാരാകുന്ന രീതിയിലാണ് ഈ ഒരു ടീം പലപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഇത്രയും നാൾ സീസണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് വയ്യ, ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കി വീട്ടിൽ പോകണമെന്നാണ്. അല്ലാതെ വേൾഡ് കപ്പ് ക്വാളിഫയറിനൊക്കെ എന്ത് വില എന്നുള്ള തരത്തിലാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലത്തെ ആരാധകർ ടി വിയുടെ മുന്നിലോ സ്റ്റേഡിയത്തിലോ പോയി കളി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ജയിക്കും, വേൾഡ് കപ്പ് 3rd റൗണ്ടിലേക്ക് കടന്ന് ഹിസ്റ്റോറിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നേടുമെന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പലരും കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്നൊരു കോച്ച്, ഇപ്പം ഞാനും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺസ്റ്റൻറ്റൈൻ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കാത്ത പ്ലേയേഴ്സിനെ എടുത്തിട്ടില്ല. ഈവൻ ബികാഷ് ജേറു ആണെങ്കിലും, അല്ലെങ്കിൽ പ്രണോയ് ഹൾഡർ ആണെങ്കിലും, അല്ലെങ്കിൽ ഹാലിച്ചർ നർസറി ആണെങ്കിലും, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ടെക്നിക്കലി ഒക്കെ വളരെ ചിലപ്പം വീക്കായിരിക്കും, പക്ഷേ അവർ കമ്മിറ്റഡ് ആണ്. ചിലപ്പോൾ ഈ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നവർ ഈ ഫീൽഡിൽ വരുമ്പോഴത്തേക്കും അവരത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്, അതിനേക്കാളും ബെറ്റർ ആയിരിക്കും ചിലപ്പം ഈ പറഞ്ഞതുപോലെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന പ്ലേയേഴ്സ്. ഇപ്പം അവിടെ നിന്ന് 5-6 വർഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ സമയത്ത് ഒരുപാട് ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ അവരൊന്നും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല. ആ കമ്മിറ്റ്മെൻറ്റ് ചില സമയത്ത് അതാണ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ഗെയിമിൽ നമുക്ക് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാകുക. അത് കാണിക്കാത്തിടത്തോളം ഡോണ്ട് നോ എന്ത് സംഭവിക്കും എന്നുള്ളത്. പിന്നെ ഈ OCA പ്ലേയേഴ്സിൻ്റെ കാര്യം പറയും, നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് അവസരം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, വേൾഡ് എല്ലാ രാജ്യങ്ങളും 210 രാജ്യങ്ങളിലും ചെയ്യുന്ന കാര്യം ഒരു രാജ്യത്ത് മാത്രം ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താണ് ഈ ഇന്ത്യൻ പ്ലേയേഴ്സിന് അവസരം കൊടുക്കുന്ന ഈ പ്ലേയേഴ്സ് എല്ലാം കളിക്കുന്നുണ്ടോ? രാജ്യത്തിന് വേണ്ടി ഒരിക്കലും മര്യാദയ്ക്ക് കളിക്കത്തില്ല. ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഒരു കടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്നവരാണെന്നറിയാം. നമ്മളൊക്കെ പലരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ ഈ ചാനൽ വഴി തന്നെ ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കൂടുക എന്നുള്ള ലക്ഷ്യത്തിൽ ആണ് നമ്മുടെ ഒരു ചാനലിലേക്ക് ഇത് അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഇത് എന്ത് കളിയാണെന്ന് പറയുമ്പം നമുക്ക് കൂടി അപമാനമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോഴുള്ള രീതി പോകുന്നത്. എനിക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ ഇത് വയ്യെങ്കിൽ. നമ്മൾ ഈ ഫാൻസ് കാണിക്കുന്ന എന്തൂസിയാസം ഒന്നും പ്ലേയേഴ്സ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്താണ് ഉപകാരം കേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ ഒരു കാര്യം.